സമയത്ത് നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ അൺബോക്സ് ചെയ്യാൻ പറഞ്ഞത് നെക്ക് ബാൻഡ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ നെക്ക് ബാൻഡ്സ് ഓവർവ്യൂസ് അല്ലെങ്കിൽ റിവ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്ക് ബാൻഡുകളോടുള്ള ഇഷ്ടം അങ്ങോട്ട് കുറഞ്ഞിട്ട് ഇയർബഡ്സുകളിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഓരോ വീഡിയോകളിലും വരുന്നത് ഇയർബഡുകൾ, ആ ഇയർബഡ് അൺബോക്സ് ചെയ്യൂ എന്നുള്ളതാണ്. നെക്ക് ബാൻഡുകൾ അങ്ങനെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഓഫർ സമയത്ത് ഞാൻ ഈ ഇയർബഡുകൾ ഇങ്ങനെ പിടിക്കുന്നത്. പക്ഷേ 2-3 വീഡിയോസിലൊക്കെ തന്നെ കുറച്ച് കൂട്ടുകാർ ഇങ്ങനെ നെക്ക് ബാൻഡ്സ് വീഡിയോ ചെയ്യൂ, ഓഫർ വീഡിയോ ചെയ്യൂ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് എന്താ പറയുക, നെക്ക് ബാൻഡ്സുകൾ മാത്രമേ ഞാനിപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര വലിയ രീതിക്കൊന്നും അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇതിനകത്ത് ഞാൻ ആക്ച്വലി അൺബോക്സ് ചെയ്യാത്ത പലതും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പക്ഷേ സ്പെക് വൈസ് ഓക്കെയാണ് നമുക്ക് ഈ ഒരു റേറ്റ്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 110 40 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ENX ടെക്നോളജി ഉണ്ട്, ബീസ്റ്റ് മോഡ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ അത്യാവശ്യം ഗെയിം കളിക്കാൻ, കൂടാതെ മൂവീസ് കാണുന്ന സമയത്ത് ഒരു ലിപ്സിംഗ് ഡിലേ അനുഭവിക്കുന്നെങ്കിൽ അത് അങ്ങോട്ട് ബീസ്റ്റ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മൂവീസ് ഒക്കെ കാണാൻ സാധിക്കും. 898 രൂപയ്ക്ക് നമുക്കിപ്പോൾ മേടിക്കാൻ സാധിക്കും. 4.1 സ്റ്റാർ ആണ്, 39,375 പേര് റേറ്റിംഗും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ അടുത്തത് ബോട്ട് റോക്കേഴ്സ് 260 നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലും ബീസ്റ്റ് മോഡ്, ENX ടെക്നോളജി, എസാപ്പ് ചാർജിംഗ് ടെക്നോളജി എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും 798 രൂപയ്ക്ക് 800 രൂപയ്ക്ക് ഉള്ളിൽ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മേടിച്ചോളൂ. നല്ല മ്യൂസിക് ക്വാളിറ്റിയാണ് കേട്ടോ, അതിൽ വേറൊരു സംശയമില്ല. ഇനി അടുത്തത് ബോട്ട് റോക്കേഴ്സ് 255C+, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സ്പെക് വൈസും ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. എന്തായാലും 1299 ഇപ്പം മേടിക്കാൻ കിട്ടും. നോർമൽ റേറ്റ് എനിക്ക് തോന്നുന്നു 1500 അല്ലെങ്കിൽ 1799 ആകാൻ ചാൻസ് ഉണ്ട്. സ്പേഷ്യൽ ഓഡിയോ, ഇവരുടെ ആ ഒരു ബോട്ടിന്റെ സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഉണ്ട്. കൂടാതെ 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമും, പിന്നെ നമ്മുടെ ബഡുകളുണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഓഫ് ആവും, എന്നാൽ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു നെക്ക് ബാൻഡ് ഓൺ ആവുന്ന പരിപാടിയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 4 സ്റ്റാർ ആണ്, 67 പേര് മാത്രമാണ് എന്താ പറയുക റേറ്റ് ചെയ്തിട്ടുള്ളത്. പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ 1300 രൂപയ്ക്ക് സ്പെക് വൈസ് ഉറപ്പായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ്. ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി സഹിതം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്തത് ബോൾട്ടിന്റെ പ്രോ ബേസ് എഫ് ചാർജ്. എനിക്ക് പേഴ്സണലി ആ ഒരു ബേസിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോ ബേസ് എഫ് ചാർജ്. ഒരിടയ്ക്ക് ആക്ച്വലി നല്ല രീതിക്ക് കത്തി നിന്ന ഇവരുടെ ഈ ഒരു ബോൾട്ടിന്റെ നെക്ക് ബാൻഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊന്ന് ഈ ഒരു പ്രോ ബേസ് എഫ് ചാർജ് ആണ്. പക്ഷേ ഇപ്പോൾ 3.9 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണുള്ളത്. എന്തായാലും 40 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് 700 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബോൾട്ടിന്റെ തന്നെ ആർ ചാർജ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. കൂടാതെ ഇവിടെ നമുക്ക് 30 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം കിട്ടും. ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും 698 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ്. 4 സ്റ്റാർ റേറ്റിംഗും 11,602 പേര് റേറ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 ms ലോ ലേറ്റൻസി സഹിതം നമുക്ക് ഇതിനകത്ത് കാണാൻ കേട്ടോ. അതും എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ്. കാരണം പൊതുവെ ഈ ലോ ലേറ്റൻസി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ എല്ലാത്തിലും ആൾക്കാർ നോക്കുന്നൊരു കാര്യമാണ്. സോ അത്യാവശ്യം ഗെയിമും ഒക്കെ നമുക്ക് ഈ ഒരു ആർ ചാർജ് വെച്ചും കളിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് റിയൽമിയുടെ ബഡ്സ് വയർലെസ് 3 1598 രൂപയ്ക്ക് നമുക്കിപ്പോൾ കാണാം. എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇത്തിരി വീഡിയോ ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിലേക്ക് വന്നത്. എന്നാൽ ഈ ഒരു ഓഫറിന്റെ ആദ്യ സമയങ്ങളിൽ നമുക്ക് 1498 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതാണ്. ഒരു 100 രൂപ കൂടി കുറഞ്ഞിട്ട് 1500 രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക്, പ്രത്യേകിച്ച് സ്പെക് വൈസ് ഉറപ്പായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 3. ഇപ്പോൾ 1598 ആയപ്പോഴത്തേക്ക് നോർമലി നമുക്ക് മറ്റുള്ള എല്ലാ ഓഫറുകളിൽ കിട്ടുന്ന ആ ഒരു റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഗോഡ് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ രീതിക്ക് ഹൈപ്പ് ഒരു കൊടുത്ത രീതിക്കൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി അടുത്ത് നോക്കുമ്പോൾ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ് ആണ്. ഡ്യൂറബിലിറ്റി ഇത്തിരി ഇഷ്യൂ ഉണ്ട്. പിന്നെ റിയൽമിയുടെ തന്നെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ മേടിക്കാനേ ഞാൻ പറയത്തുള്ളൂ. 1098 രൂപയ്ക്ക് നമുക്കിപ്പോൾ മേടിക്കാൻ സാധിക്കും. കൂടാതെ OnePlusന്റെ ബുള്ളറ്റ് വയർലെസ് C2 1388 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. OnePlus എന്ന് പറയുമ്പോഴത്തേക്ക് മൈ ക്വാളിറ്റി ലേശം കുറവാണ്, എന്നാൽ മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് ഓവിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് എന്തായാലും ഞാൻ ഈ ഒരു നമ്മുടെ ഗോഡ് സെയിൽ വാങ്ങിച്ച ബൈങ് ആകുന്ന രീതിക്ക് പറഞ്ഞു തരുന്നത്. വർത്ത് ബൈങ് ആകുന്ന വെച്ചാൽ സ്പെക് വൈസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ആ ഒരു ബജറ്റിൽ വാങ്ങിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയാം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിയൽമിയുടെ ആ ഒരു വയർലെസ് 3 വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഒക്ടോബർ, ഇത് റിയൽമിയുടെ എന്നുള്ളതല്ല ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് വരുവാണ്. ഒക്ടോബർ ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലോ ഒക്കെ ഈ ഒരു സെയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇതിനേക്കാളും കാശ് കുറച്ച് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ മേടിച്ചോളൂ. നോർമൽ റേറ്റുകളിലേക്കാളും എന്തായാലും കുറവ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഓഫർ റേറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.